Hello guys. ഞങ്ങളാണ് നിങ്ങളോടൊപ്പം Brothers Track. അപ്പോ ഇന്നത്തെ പരിപാടി എന്താ? ഇന്നൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അതിന്റെ ഒപ്പം ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു കുക്കിങ്ങും കൂടി അല്ലേ, ഒരു പുതിയൊരു പരീക്ഷണ റീലും കൂടി നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനായിട്ടുള്ള ഒരു ചെറിയൊരു പർച്ചേസിന് മുന്നേ ഒരു ആസ് യൂഷ്വൽ ഒരു ചെറിയൊരു വീഡിയോ അല്ല, ചെറിയൊരു ചായ കുടി. അപ്പൊ നമുക്ക് ചായ കുടിക്കുന്ന അവിടുന്ന് കാണാം. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ദുബായ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടി എത്തിന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ പൈസ അല്ലേ ബ്രോ? നമ്മള് 2 ദിർഹംസിന് വേണ്ടിട്ട് 100 ദിർഹംസ് കളയാൻ പറ്റില്ല. ഞങ്ങളപ്പോ സ്പോട്ടിലെത്തി. അപ്പൊ വണ്ടി അവിടെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. അപ്പൊ നമുക്ക് ചായ കുടിക്കുന്നുണ്ടോ? അവിടെ എത്തിയോ ഗൈസ്? ചായ നമ്മൾ പഴംപൊരി അടിക്കണുണ്ടോ ഗൈസ്? രതീഷിന് അടിക്കണ്ട. രതീഷിന് ഇരുന്നിരുന്ന് അടിക്കണം. നല്ല രതീഷ് അടിച്ചോ. നീ ഉള്ളിയോടെ പറഞ്ഞില്ലേ? നമുക്ക് വണ്ടീന്റെ ബാക്ക് പോയിരുന്നു ചെയ്താലോ? ഇവിടെ നിന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടടിക്കും. അത് ഇക്കാക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മള് വണ്ടിയുടെ ഉള്ളിൽ പോയിരുന്ന് ചായ കുടിക്കും. അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. റംഷിക്കാക്ക് കടി വേണോ? വാങ്ങിക്കോ. ആണ് നൂഡിൽസ് ഉണ്ടാക്കോ? സൂപ്പർ ചായ അനക്ക് കിട്ടിയില്ലേ? പഴംപൊരിയാണോ? എനിക്ക് മതി. ചായ കുടിച്ചിട്ട് ബാക്കി. അപ്പൊ ഗായ്സ് ഞങ്ങൾ ചായ കുടിച്ചിറങ്ങി. ഇന്ന് നമുക്ക് കുക്കിംഗ് സാധനങ്ങൾ വാങ്ങാൻ പോവാം. എവിടെ പോണക്കാ? മദീന പോവാ. മദീനയില് അത്രക്ക് മേടിക്കാനൊന്നുമില്ല, ചെറിയ അതായത് നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഉള്ളി ഇല്ല ഗൈസ്, അതില്ല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളി മേടിക്കണം, അങ്ങനെ കുറച്ച്. ബാക്കി ഇതാണ് മദീന. കാണിച്ചു കൊടുക്കുക. മദീന കാണിച്ചു കൊടുക്കുക. ഇതാ മദീന. കണ്ട ഇതാ കണ്ട. റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. എന്താണ് ഗൈസ് നിങ്ങൾ ഇങ്ങനെ? ഞങ്ങൾ സ്പോട്ടിലെത്തി. ബാക്കി വീഡിയോ അതിനുള്ളിൽ നിന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് ഇട്ടുതരാം ഗൈസ്. അപ്പൊ അതിനുള്ളിൽ നിന്ന് ഷോർട്സ് ചെറിയ ഷോർട്സ് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ ബില്ലടിച്ചിട്ട് പുറത്തു പോവാം. അപ്പൊ നമ്മുടെ ചെറിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനം ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മേടിക്കാൻ ഇറങ്ങിയതാണ് മെയിൻ. ലെറ്റ്സ് ഗോ ഹോം മാൻ. ഞങ്ങൾ കാറൊക്കെ നിർത്തി റൂമിലെത്തി. ഇനി അപ്പോ വെൽക്കം ടു ബ്രദേഴ്സ് ട്രാക്ക് കിച്ചൺ അല്ലേ, അങ്ങനെ പറയേണ്ടി വരുമോ അവസാനം? ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ് ഗൈസ്. എന്താവും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ കുക്കിങ്ങിലോട്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ കുക്കിങ്ങിന്റെ അവിടെ എത്തിയിരുന്നു. കുക്കിങ്ങിന്റെ അവിടെ എത്തിയോ? കുക്കിങ്ങിന്റെ ഭാഗങ്ങൾക്ക് അവിടെ എത്തി ഗൈസ്. നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണത്? വല്ല ഗസ് ചെയ്യാണ്ടെങ്കിൽ ഗസ് ചെയ്തു അല്ലേ? സാധനം കാണിച്ചാൽ ഉള്ളി ഉണ്ട്. വേണ്ട, അവസാനമായിട്ട് ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യണത് എഗ് റോസ്റ്റ് ആണ് ഗൈസ്. അവസാനമായി ഇവര് കാണുമ്പോഴേ എഗ് റോസ്റ്റ് പോലെ ഇല്ലെങ്കിലേ. പക്ഷെ ഫുഡ് ഉണ്ടാക്കണത് ബ്രദറാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ എന്താ, ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, മുറിക്കണം. ജാസ് പറഞ്ഞോ, ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാനെന്താ പറയാ, ഇത് ഉള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സങ്കടമുണ്ട് ഗൈസ്. കരഞ്ഞുകൊണ്ട് ഉള്ളി നന്നാക്കണം.
എന്തൊക്കെയാവും ഇന്നത്തെ കറി വല്ലതും അറിയണ ഗൈസ്. എന്തായാലും കഷ്ടപ്പെടുന്ന ഗൈസ്. അയ്യോ കണ്ണോർക്കാൻ പറ്റുള്ള ഗൈസ്. ആർക്കൊക്കെ എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ പറയണം ഗൈസ്. എഗ് റോസ്റ്റിൽ എന്തൊക്കെ വേണം പറ. ഉള്ളി വേണം, മഞ്ഞപ്പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെന്താ വേണ്ടത്, കുറെ മസാലകളൊക്കെ വേണം. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുക. മിക്സിയിലിട്ട് അടിക്കില്ല, അതാ പാത്രത്തിലിട്ട് ഉണ്ടാക്കുക. എന്നാ നീ വെക്കൂ, ഞാൻ നോക്കി വെക്കാം. ഞാൻ വെച്ച നിങ്ങൾ കഴിക്കില്ല, അതാണ്. ഞാൻ വെച്ച നിങ്ങൾ കഴിക്കില്ല, അതാണ്. വെറുതെ നിന്നെ ഫുഡ് വേസ്റ്റ് ആക്കുന്നു. അപ്പൊ അതാണ്. അപ്പൊ വേണ്ട തക്കാളികൾ എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിച്ചു തരാം. ഓക്കെ, എവിടെ വരായി കുക്കിങ്? ഉള്ളി ഇട്ട് ഇനി വാട്ടിക്കൊണ്ടിരിക്കണം. ഇഷ്ടംപോലെ പണിയുണ്ട്. ഇതാകുമ്പോ നല്ല ഇതിന് വാടി പഴുത്ത് മരായി തീർച്ചയായി മറ്റേ തണല് കിട്ടും പറഞ്ഞ പോലെ ഇതൊക്കെ കറുത്ത് വരുമ്പോഴത്തേനും പുലർച്ചെ ആവും ഗൈസ്. ഒരു ബാച്ചിലറിന്റെ കുക്കിംഗ് അറിയാലോ. ഇറ്റ് ടേക്സ് ടൈം മാൻ. ഞങ്ങളുടെ ബ്രദേഴ്സില് ഫുഡിന് ബെസ്റ്റ് മൈ സെക്കൻഡ് ബ്രോ. യെസ് ബ്രദർ. ഫുഡിന് ഭൂപ്പരാളെ നമ്മളെ ബ്രദർ തന്നെ വേണം. പത്നിയാണ്, ഇല്ലെങ്കിൽ ഇവിടെ പത്നിയാണ്. സത്യം ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോ ഒരു രസമാണ് ഇത്. വേറൊരു കാര്യമുണ്ട്, കെട്ടറ പെണ്ണിന് ഭാഗ്യമാണ്. ഇടക്കിടക്ക് മറ്റേ മൈതാനം ഇറക്കത്തിൽ ഇറക്കി വിടുക. മൈതാനം പറഞ്ഞ നമ്മുടെ അവിടുത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. നോക്ക് നിങ്ങളെ മകൻ ഫുഡൊക്കെ ഉണ്ടാക്കണോക്ക്. ഉമ്മാക്ക് അറിയാം നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നുള്ളത് കേട്ടോ. അങ്ങനെയൊന്നുമില്ല ഗൈസ്, എന്നും കുക്ക് ചെയ്യലൊന്നുമല്ല. വെക്കാൻ ഇഷ്ടമാണ്, വെച്ച് കഴിയുമ്പോ ഒരു രസമാണ് കഴിക്കാൻ. എന്നും പുറത്തുനിന്ന് കഴിക്കുമ്പോ, എന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ബീഫില് ചിക്കനില് അതിലെത്തും. അപ്പൊ എന്നും ഇപ്പൊ അത് കഴിക്കുമ്പോ ഒരു സുഖം അങ്ങനെ കറി കുറച്ചായിട്ട് ബാക്കി വിടുക. ഹലോ ഗായ്സ്, നിങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങള് ഇതാ മമ്മ, ഇത് ദിസ് ഈസ് മൈ മമ്മ. ഇതാ ഇമ്മ. വ്യക്തിയാണ് ഞങ്ങളമ്മ വന്നേക്കണോ ഗായ്സ്. നമ്മുടെ കാണില്ലേ നിങ്ങൾക്ക് സ്ക്രീനില്? ഞങ്ങള് വ്ലോഗ് ചെയ്തോണ്ടിരിക്കാണ്. ഉമ്മക്ക് നാണമായി ഗൈസ്, ഉമ്മക്ക് നാണം. ഇതാണ് ഉമ്മ ക്യാമറ ഓടി ഗൈസ്. ഇപ്പൊ എവിടെ? ഇമ്മ ക്യാമറ പറഞ്ഞപ്പോ ഓടി ഗൈസ്. ഫേമസ് ആവുന്നു. ഇനി യൂട്യൂബേഴ്സിന്റെ ഉമ്മ അപ്പാന്ന് അറിയപ്പെട്ട സുഖല്ലേ? മോഹം കാണിക്ക്. ഇപ്പൊ കേളെ ഏത് അപ്പൊ കണ്ട ഇമ്മ ക്യാമറ വന്നപ്പോ ഓടി ഗൈസ്. പേടിച്ചോടുന്നുണ്ടായി നാണം. ഉമ്മാക്ക് ഒന്നാമത്തത് വീഡിയോയില് കാണിക്കണ താല്പര്യം. ഉമ്മാക്ക് ഭയങ്കര നാണക്കേടാണ് ഗൈസ്. ഉമ്മ നോക്കവിടെ. ഉമ്മ നിസ്കാരത്തിലാണ്. ഉമ്മ നിസ്കരിച്ചേണ്ടി വരും. ഓക്കെ, ഞങ്ങൾ എന്തായാലും കുക്കിംഗ് കൂടിയാണ്. ഞങ്ങൾ ഇതും കൂടി നോക്കട്ടെ, അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും.
ഉമ്മ ഞാൻ വിളിക്കാട്ടപ്പോ. അപ്പൊ ഗൈസ് ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി ഫുള്ളായിട്ട് ഗൈസ് വീണ്ടും വന്നു ഗൈസ്. അപ്പൊ ഞാൻ ഒരു തന്നെ കാണിച്ചു തരാം ഗൈസ്. നോക്ക് നോക്ക് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നോക്ക് കോലം. സംഭവം ഉഷാറായി ഗൈസ്. കോൺഫിഡൻസ് വന്നപ്പോ തലയിങ്ങനെ ഒരു കെട്ടങ്ങള് കാണിച്ചു കൊടുക്കടാ. കണ്ടോ മുട്ടക്കറി കാണിച്ചതാ കാണിക്കണ നമ്മുടെ കറി. മുട്ടക്കറി എഗ് റോസ്റ്റ്. അപ്പൊ ഇനി എന്തൊക്കെ പറയാനുള്ളത്? ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയോ ഗൈസ്? റെസിപ്പി വേണ്ടവർ എൻ്റെ അടുത്ത് ചോദിക്കുക. വേഗം ഈമ പോയി മെസ്സേജ് അയച്ചോ ഗൈസ് ഇൻസ്റ്റാഗ്രാമില്. നല്ല ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട പൊളിക്കും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇന്നത്തെ ചെറിയൊരു കുക്കിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം എല്ലാവരും ചാനൽ കാണാത്തവരാണെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബെല്ലൈക്കൺ അടിച്ച് എന്തെങ്കിലും അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ അടിച്ച് പൊട്ടിക്കുക. ഫുൾ സപ്പോർട്ട് വേണം. അപ്പം എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയൊരു വ്ളോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളാണ് നിങ്ങളോടൊപ്പം ബ്രദേഴ്സ് ട്രാക്ക്.